നമ്മുടെ സെൻട്രൽ പാസ്റ്റർ ബിജോയ് പാസ്റ്ററോട് ചേർന്ന് ആ മീറ്റിങ്ങുകൾ സംബന്ധിക്കുവാനും കടന്നു പോകുവാനും ഇടയായി തീർന്നു. നമുക്കറിയാം, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ നമ്മുടെ ജനറൽ കൺവെൻഷൻ ജനുവരി മാസങ്ങളിലാണല്ലോ സാധാരണ നടക്കുന്നത്. 102ാമത് ജനറൽ കൺവെൻഷനാണ് അടുത്ത ജനുവരി 11 തീയതി മുതൽ 18 തീയതി വരെ കുമ്പനാട് ഹെബ്രോൻപുരത്ത് വെച്ച് നടക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ഉപവാസ പ്രാർത്ഥന നമ്മുടെ കേരളത്തിൽ IPC പ്രസ്ഥാനങ്ങളിലുള്ള ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ഏറ്റെടുത്ത് അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 102 ദിവസങ്ങളാണ് ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. നമ്മുടെ കൺവെൻഷൻ തുടങ്ങുമ്പോൾ 102 ദിവസമായി ആ ഉപവാസ പ്രാർത്ഥന പര്യവസാനിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആ കൺവെൻഷൻ വലിയൊരു അനുഗ്രഹമായി തീരണം. ഏത് യോഗങ്ങളുടെയും ഏത് ക്രമീകരണങ്ങളുടെയും പിൻപിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് വിജയിക്കുകയുള്ളൂ. സ്തോത്രം. പണം മാത്രം പോരാ, സൗകര്യങ്ങൾ മാത്രം പോരാ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ അത് പലർക്കും അനുഗ്രഹമായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നത്. അത് പോയ എനിക്കും അനുഗ്രഹമായി തീർന്നു. മലബാറിലുള്ള ദൈവദാസന്മാരെ കാണുവാനും മറ്റുള്ള ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ അനുഭവിക്കുവാനും സന്തോഷിക്കുവാനും ഇടയായി തീർന്നു. അത് മറക്കുവാൻ പറ്റാത്ത ദിനങ്ങളായി തീർന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിൽ നമുക്കായിരിക്കാം. 120ഉം 121 സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി വായിക്കുവാൻ ഇടയായി തീർന്നത്. കഴിഞ്ഞ 6 ആഴ്ചകളായിട്ട് 119 സങ്കീർത്തനം നമ്മൾ ഭാഗമായി തിരിച്ച് ഓരോ ആഴ്ചകളിലും വായിച്ച് കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ട് അത് 119 സങ്കീർത്തനം അവസാനിക്കുവാനിടയായി തീർന്നു. 119 സങ്കീർത്തനത്തിൽ എത്ര വാക്യമുണ്ടെന്ന് നോക്കാതെ ആരും നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ 170 നോക്കിയിട്ടാണോ പറഞ്ഞത്? അല്ല, നോക്കാതെ. സ്വതന്ത്രം. നിങ്ങൾക്കൊരു സമ്മാനം തരണമെന്ന് കരുതിയിരുന്നു, അതിന്റെ മുന്നേ നിങ്ങൾ പറഞ്ഞു. സ്വതന്ത്രം. അപ്പൊ 176 സങ്കീർത്തന വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന വലിയൊരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. എന്നാൽ 120, 121 മുതലുള്ള ചെറിയ ചെറിയ സങ്കീർത്തനങ്ങളാണ് നമ്മൾ വായിക്കുവാനിടയായി തീരുന്നത്. എന്നാൽ 121 സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇന്ന് പകൽക്കാലം കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ 121 സങ്കീർത്തനം സാധാരണ നമ്മൾ വായിച്ച് കേൾക്കാറുള്ള ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു സമയമുണ്ട് സാധാരണഗതിയിൽ. അതെപ്പോഴാണെന്ന് പറയാമോ? നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മള് വിദേശങ്ങളിലോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ ഒക്കെ യാത്ര അയക്കുന്ന സമയത്താണ് ദൈവദാസന്മാർ ഈ ഭാഗം വായിക്കുന്നത്. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും എന്ത് ചെയ്യും? പരിപാലിക്കും. പഠിക്കാനാകാം, വിദേശങ്ങൾ ജോലിക്കാകാം, മറ്റുള്ള കാര്യങ്ങൾക്കാകാം. നമ്മുടെ ഭവനത്തിൽ നിന്ന് പോകുന്ന സമയത്ത് പാസ്റ്ററെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിപ്പിക്കുന്നത് അനുഗ്രഹമാണ്. സ്തോത്രം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. സ്തോത്രം. അപ്പൊ നോക്കിയേ, ഇവിടെ പറയുകയാണ്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ഉയർത്തുന്ന ഒരു ഭക്തന്റെ തീരുമാനമാണ്. 1-2 വാക്യങ്ങളിൽ ഈ എഴുതിയിരിക്കുന്ന ദൈവമനുഷ്യൻ പറയുകയാണ്, എന്താണ്? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, എന്റെ സഹായം നോക്കിക്കേ. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ദൈവദാസന്റെ ഒരു തീരുമാനമാണ്, തന്റെ ഒരു പ്രതീക്ഷയാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗം അതിന്റെ 3 മുതൽ 8 വാക്യങ്ങൾ വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവിക പരിപാലനത്തിന്റെ ഉറപ്പ് തനിക്ക് എന്ത് ചെയ്യുകയാണ്? ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നതിനെ കുറിച്ച് താൻ ഇവിടെ വിവരിച്ചിരിക്കുകയാണ്. ഒന്നെന്താണ്? ഭക്തന്റെ തീരുമാനം. രണ്ടെന്താണ്? ദൈവിക പരിപാലനത്തിന്റെ ഉറപ്പാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്,
ഞാൻ എന്റെ കണ്ണെന്ത് ചെയ്യുന്നു? പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? കണ്ണുകൾ ഉയർത്തുവാൻ കൊള്ളാവുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്നദ്ധിയാണെന്ന് ആര് തിരിച്ചറിഞ്ഞു? സ്തോത്രം. ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം, എന്നെ സഹായിപ്പാൻ കൊള്ളാവുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്നദ്ധിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ കണ്ണ് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഉയർന്ന പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഒന്നുകൂടി പറഞ്ഞ, ബാബിലോണിയ പ്രവാസാനന്തരം മടങ്ങി വന്ന യഹൂദന്മാർ യെരുശലേമിനെ ചുറ്റിയിരുന്ന പർവ്വതങ്ങളെ കണ്ടുകൊണ്ട് ഇത് പാടിയതാണെന്ന് വിശ്വസിക്കുകയാണ്. പ്രവാസാനന്തരം മടങ്ങി വന്ന യഹൂദന്മാർ ചുറ്റിയിരിക്കുന്ന പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പാടിയ ഒരു പാട്ടാണെന്ത്? ഈ 121 സങ്കീർത്തനം എന്ന് പറയുന്നത്. കാക്കുക, പരിപാലിക്കുക എന്ന് പറയുന്ന ഭാഗങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് 121 സങ്കീർത്തനം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ നോക്കി, ഇവിടെ പറയുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഒരു ചോദ്യം കൊണ്ട് അവസാനിക്കുകയാ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് ആമൻ പറഞ്ഞിട്ട് താൻ പറയുകയാണ്, എനിക്ക് സഹായം എവിടെ നിന്നാ വരുന്നേ? ആകാശത്തെ. അപ്പൊ ചോദ്യത്തിനുള്ള ഉത്തരമാണ് രണ്ടാമത്തെ വാക്യം. ഒന്നാമത്തെ വാക്യത്തിൽ തന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ത് ചെയ്യുക? ദൈവം കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ഒത്തിരി ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് പാസ്റ്റർമാർക്ക് ചിലപ്പോൾ മറുപടി തരാൻ പറ്റത്തില്ല. നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ നമ്മുടെ പല ചോദ്യങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മറുപടി നൽകി തരാൻ പറ്റത്തില്ല. പക്ഷെ സകലത്തിനും മറുപടിയുള്ള ഒരിടമാണ് ഇവിടെ ദൈവത്തിന്റെ പാദപീഠം. ദൈവസന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന് മറുപടി ലഭിക്കാതിരിക്കുകയില്ല. കാരണം സകലത്തിന്റെ ഉടമസ്ഥൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് സകല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ആരുടെ പക്കലുണ്ട്? ദൈവത്തിന്റെ പക്കലുണ്ട്. സ്തോത്രം. അപ്പൊ നോക്കിയേ, ഇവിടെ പറയുകയാണ്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പല ആളുകളുടെയും ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മളെ സഭ സഹായിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. അതിന് തെറ്റൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സഹായിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് അനുഗ്രഹവുമാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഇന്നവര് നമ്മുടെ ആവശ്യത്തിൽ നമ്മളെ എന്ത് ചെയ്യും? സഹായിക്കുമെന്ന് ചിന്തിക്കുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരും നിങ്ങൾ ചിന്തിക്കുന്നവരും നിങ്ങളെ സഹായിക്കാൻ കഴിയാതെ ഒരുപക്ഷെ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നാലും ഏത് സമയത്തും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മുടെ ഹൃദയത്തിൽ അടിയുറച്ചൊരു വിശ്വാസവും ഉറപ്പുമുണ്ടെങ്കിൽ ഞാനും നിങ്ങളും നിരാശപ്പെടുകയില്ല, പരാതിക്കാരാകുകയില്ല, പരാതിപ്പെടുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. നമ്മുടെ ചെറുതും വലുതുമാകുന്ന ഏത് വിഷയത്തിലും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, സങ്കീർത്തനക്കാരൻ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ സഹായം. നോക്കിക്കേ, ചോദ്യം ചോദിക്കുന്നവരോടുള്ള ഉത്തരം പറയുകയാണ്, എന്റെ സഹായം എവിടെ നിന്നാ വരുന്നേ? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ബിഗിനിങ്, ആരംഭം എന്ന് പറയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? വേദപുസ്തകം ആരംഭിക്കുന്നത്. നോക്കിക്കേ, അപ്പൊ പറയുകയാണ്, എന്റെ സഹായം
ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. മൂന്നാമത്തെ വാക്യം എന്താ പറയുന്നത്? നിന്റെ കാൽ വഴുതാൻ. അപ്പൊ വഴുതുന്ന ഒരു ചുറ്റുപാടില്ല നമ്മളായിരിക്കുന്നത്. കാൽ വഴുതി വീഴാൻ സാഹചര്യങ്ങളുള്ള, സാധ്യതകളുള്ള ഒരിടത്താണ് നമ്മൾ ആയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ദൈവവചനം പറയുകയാണ്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. എത്ര പ്രാവശ്യം കാല് വഴുതി വീണ് നമ്മുടെ കയ്യും കാലും ഒക്കെ ഒടിയേണ്ടായിരുന്നു. സ്തോത്രം. വലിയ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ ദൈവം നമ്മെ താങ്ങിയത് കൊണ്ടാണ് ആ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാനിടയായി തീർന്നത്. സ്തോത്രം. നമ്മോട് കൂടെ വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ദിവസം 100-600 കിലോമീറ്റർ ഞങ്ങൾ വാഹനം ഓടിച്ചു പോയി. പോയ വഴിയിൽ ഒത്തിരി വാഹനങ്ങൾ റോഡിന്റെ സൈഡിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതും അപകടത്തിൽ പെടുന്നതുമൊക്കെ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടു. ഡ്രൈവിംഗിന്റെ ശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നത് കൊണ്ടാണ് സൗഖ്യത്തോട് ആരോഗ്യത്തോടു കൂടെ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുവാൻ കഴിഞ്ഞത്. സ്തോത്രം. നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ തടിമിടുക്ക് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ആരും ചിന്തിക്കരുത്. സ്തോത്രം. ഇതൊക്കെ ഒരു പനി വരാനേ ഉള്ളൂ. സ്തോത്രം. നിസാരമാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ വന്ന് മാരകമായിട്ടുള്ള രോഗത്തിൽ അടിമകളായി തീരുന്ന ഒത്തിരി ആളുകളെ നമുക്ക് പരിചയമുണ്ട്. ഒരു ചെറിയ തലവേദന വന്ന ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ അതെന്തായി, ട്യൂമർ ആണെന്ന് അറിഞ്ഞു. അല്ലെങ്കിൽ ചെറിയൊരു വയറുവേദന വന്നയാണ്, അത് വിദഗ്ധമാകുന്ന പരിശോധനയിൽ കൂടെ ക്യാൻസർ ആണെന്ന് അറിയാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇതൊന്നും നമുക്ക് വരാഞ്ഞിട്ടല്ല. ദൈവം ഇന്നയോളം നമ്മെ നടത്തിയ, നമുക്ക് തന്ന ആരോഗ്യത്തിനായി, നമുക്ക് തന്ന സൗഖ്യത്തിനായി, നമുക്ക് തന്ന വിടുതലിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഒരു ദിവസം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ലഭിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. സ്തോത്രം. ഇന്നെന്ന് പറയുന്ന ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ ദൈവം മുൻപാകെ നന്ദിയുള്ളവരായിട്ട് എന്ത് ചെയ്യണം? തീരാനിടയായി തീരണം. ദൈവത്തോട് ഇനി നമ്മുടെ കൂടെയുള്ള ദൈവമക്കളോട് നന്ദി പറഞ്ഞില്ലെങ്കിലും, പാസ്റ്ററോട് നന്ദി പറഞ്ഞില്ലെങ്കിലും, നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നവരായി തീരണം. ദൈവത്തോട് നന്ദി പറയുന്നവര് സ്തോത്രം എന്ത് ചെയ്യും? കൂട്ടു സഹോദരങ്ങളോടും നന്ദി പറയും, ദൈവദാസന്മാരോടും നന്ദി പറയും. ചിലര് പറയുന്നത് ഇങ്ങനെയാണ്, കേറി വരുന്നോണ്ട് അങ്ങ് പറയുകയാണ്, ഞാൻ ദൈവമായിട്ട് ആ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? പരിഹരിച്ചിട്ടുണ്ട്. ദൈവമായിട്ട് മാത്രം പരിഹരിച്ചാൽ പോരാ, മനുഷ്യനുമായിട്ടുള്ളത് മനുഷ്യനുമായിട്ട് എന്ത് ചെയ്യണം? ചെയ്യണം. അതാണ് അതിന്റെ വ്യവസ്ഥ. ഞാൻ മടങ്ങി വരട്ടെ. നോക്കിയേ, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഒരു ദൈവ പൈതലിന്റെ പരിപാലനത്തിന്റെയോ അവന്റെ ഉറപ്പാണ്. ദൈവം പറയുകയാണ്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. അടുത്ത് എന്താ പറയുന്നത്? നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. നിന്നെ കാക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? സ്തോത്രം. മയങ്ങാത്തൊരു കാവൽക്കാരൻ നമുക്കുണ്ട്. നമുക്ക് ആരുണ്ട്? മയങ്ങാത്തൊരു കാവൽക്കാരൻ നമുക്കുണ്ട്. കാവൽക്കാരന്റെ പ്രത്യേകത എന്താ? അടുത്ത വാക്യം കൂടി സുധനെ ഒന്ന് വായിച്ചിട്ട് ഞാൻ പറയാം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. സ്തോത്രം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നിന്നെ കാക്കുന്നവൻ എന്ത് ചെയ്യുന്നില്ല? മയങ്ങുന്നില്ല. മയക്കം ഒരു സുഖമാ അല്ലെ? ഉറക്കത്തേക്കാൾ സുഖമാണെന്ത്? മയക്കം. ചിലപ്പോ ഫോൺ വിളിക്കുമ്പോ പറയുന്നേക്കാൾ ഞാൻ ഒന്നങ്ങ് മയങ്ങിപ്പോ. ചിലവര് ഇരുന്നിടത്തിരുന്ന് എന്ത് ചെയ്യും? മയങ്ങിപ്പോ. ചിലവര് കിടക്കുന്നിടത്തിരുന്ന് എന്ത് ചെയ്യും? മയങ്ങിപ്പോവും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കി, ആ മയക്കത്തിന് എന്തുണ്ട്? ഒരു ചെറിയ സുഖമുണ്ട്. സ്തോത്രം. ആ മയക്കത്തിൽ നിന്ന് പെട്ടെന്നൊക്കെ പിള്ളേർ വന്ന് വിളിച്ചാൽ നമുക്ക് എന്താ? ഒരു ഇറിറ്റേഷൻ അല്ലെ? ആ സുഖം എന്ത് ചെയ്തു? ആ ഉറക്കത്തിന്റെ സുഖം അങ്ങ്
നഷ്ടപ്പെട്ടു പോയി. ചിലര് പറയത്തില്ല, ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നീ വിളിച്ച്, ഒന്നുകൂടെ ഞാനൊന്ന് ഉറങ്ങട്ടെ ആ സ്വപ്നത്തിന്റെ ബാക്കി കാണാൻ വേണ്ടി. സ്തോത്രം. അപ്പൊ നോക്കി ഇവിടെ പറയുകയാണ്, ആമേൻ, നിന്നെ കാക്കുന്നവൻ എന്ത് ചെയ്യുന്നില്ല? മയങ്ങുന്നില്ല. അപ്പൊ നമുക്കൊരു കാവൽക്കാരനുണ്ട്. നമുക്ക് ആരുണ്ട്? ഒരു കാവൽക്കാരനുണ്ട്. ആ കാവൽക്കാരന്റെ പ്രത്യേകത, കാവൽക്കാരൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. സ്തോത്രം. ഈ ലോകത്തിലുള്ള കാവൽക്കാരൊക്കെ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോവും, മയങ്ങിപ്പോവും. നമ്മുടെ ആശുപത്രികൾ, വലിയ വലിയ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ, വീടുകൾക്ക് ഒക്കെ കാവൽക്കാരെ എന്ത് ചെയ്യാറുണ്ട്? ആക്കാറുണ്ട്. സ്തോത്രം. ആമൻ. ഞാനൊരിക്കൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ ഈ അദാനിയെ പോലെ, യൂസഫലിയെ പോലെയും ഒക്കെ, അംബാനിയെ പോലൊക്കെ വലിയൊരു സമ്പന്നനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം സ്ഥാപനങ്ങളുണ്ട്, ജോലിക്കാരുണ്ട്, കാവൽക്കാരൊക്കെ ധാരാളമുണ്ട്. ധാരാളം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ വലിയ ധനാഢ്യനാകുന്ന മനുഷ്യൻ. ഒരു ദിവസം അദ്ദേഹത്തിന് അടുത്ത ദിവസം ഒരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരു കാവൽക്കാരൻ താൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ യജമാനന്റെ അടുക്കൽ വന്ന മുതലാളിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, മുതലാളി, അങ്ങ് നാളെ പോകാനിരിക്കുന്ന ആ വാഹനം ഒരു അപകടത്തിൽ പെടുന്നത് ഞാൻ ഇന്നലെ കാണുവാനിടയായി തീർന്നു. അതുകൊണ്ട് താൻ എന്ത് ചെയ്യരുത്, യാത്ര റദ്ദാക്കണം, പോകരുതെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ എന്തിനു പറയുന്നു? ഈ മുതലാളി എന്ത് ചെയ്തു? യാത്ര റദ്ദ് ചെയ്തു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കേൾക്കാം, താൻ പോകാനിരുന്ന ആ വിമാനം അപകടത്തിൽപ്പെട്ടു, ധാരാളം അനർത്ഥങ്ങൾ സംഭവിച്ചു എന്നുള്ള വാർത്ത അദ്ദേഹം കേൾക്കാനിടയായി തീർന്നു. അദ്ദേഹത്തിന് തീരാത്ത സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടായി. തന്റെ സന്തോഷം കൊണ്ട് തന്റെ ജീവനക്കാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഈ തന്നോട് ഈ സ്വപ്നം കണ്ട് പറഞ്ഞ ആ മനുഷ്യനെ ഒന്ന് ആദരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് വിലപിടിപ്പുള്ള ഒരു സമ്മാനം ഈ കാവൽക്കാരന് കൊടുത്തു. എല്ലാവരും അനുമോദിച്ചു, എല്ലാവരും കൈയടിച്ചു, എല്ലാവരും സന്തോഷം കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്താനിടയായി തീർന്നു. നീ ഉള്ളത് കൊണ്ടാണ്, നീ ആ സ്വപ്നം കണ്ടത് കൊണ്ടാണ് നമ്മുടെ മുതലാളി എന്ത് ചെയ്യുന്നത്? ജീവനോടെ ഇരിക്കുന്നതെന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അല്പശാന്തമായ സമയത്ത് ആ മുതലാളിയാകുന്ന യജമാനൻ പറഞ്ഞു, ഇദ്ദേഹത്തെ ഞാൻ എന്റെ ജോലിയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക? പിരിച്ചുവിട്ടിരിക്കുന്നു. സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിന്റെ ജീവനെ രക്ഷിച്ചു, നല്ല അനുമോദനങ്ങൾ കൊടുത്തു, വിലപിടിപ്പുള്ള സമ്മാനം കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ആ മനുഷ്യൻ എന്ത് ചെയ്തു? ജോലിയിൽ നിന്ന് പിരിച്ചു. അവിടെ നിന്നവരൊക്കെ അന്തം വിട്ടു, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അടുത്ത താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ നിന്നവരിൽ പലരും ചോദിച്ചു, എന്താണ് കാരണം? തന്നെ ജോലിയിൽ നിന്ന് എന്തിനാ പിരിച്ചുവിടുന്നത്? അപ്പോൾ ഈ മുതലാളി പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ ഞാൻ കാവൽ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഏൽപ്പിച്ചത്. പക്ഷെ തന്റെ ഉത്തരവാദിത്തം മറന്ന് താൻ ഉറങ്ങിയത് കൊണ്ടാണ് സ്വപ്നം കണ്ടത്. ഇത് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒരു കാവൽക്കാരന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഉറങ്ങാതെ ഉണർന്നു നിന്ന് കാവൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? തന്റെ ഉത്തരവാദിത്തം മറന്ന് ഉറങ്ങാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം അതിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവമക്കളാണ് നാം. ദേശത്തിന്റെ കാവൽക്കാരാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുകയാണ്. കാവൽ ചെയ്യേണ്ടവർ, പ്രാർത്ഥിക്കേണ്ടവർ ഉറങ്ങിയാൽ ദേശം ഉണരുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കി, ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, നിന്നെ കാക്കുന്നവൻ എന്ത് ചെയ്യുന്നില്ല? മയങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. നഹൂമിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് എടുത്താട്ടെ. നഹൂം പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. കണ്ടോ, ഇവിടെ കാവൽക്കാർ ഉറങ്ങുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്ന. ഒരു വാക്യം കൂടി വായിക്കണം. 1 ശമൂവേൽ
26:12. ഒന്ന് ശമൂവേൽ 26:12. ഇങ്ങനെ ദാവീദ് കുന്തവും ജലപാത്രവും ശൗലിന്റെ തലയ്ക്കൽ നിന്നെടുത്ത് അവർ പോവുകയും ചെയ്തു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞുമില്ല, ആരും ഉണർന്നതുമില്ല. എന്താ ഇവിടെ സംഭവിച്ചത്? ആ ഭാഗം മുഴുവനും നാം വായിച്ചു വരുമ്പോൾ ശൗലും തന്റെ കൂട്ടരും കൂടെ പാർത്ത് താമസിച്ച സ്ഥലത്ത് ദാവീദ് ചെന്നിട്ട് എന്ത് ചെയ്തു? ശൗലിന്റെ വെള്ളം കുടിക്കുന്ന പാത്രവും കുന്തവും എടുത്ത് ദാവീദ് പോരുന്ന ആരും കണ്ടില്ലെന്ന്. അപ്പൊ എന്തുകൊണ്ടാ? ശൗലിനെ കാവൽ ചെയ്യാൻ ഏൽപ്പിച്ച പട്ടാളക്കാരെന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. അവരെന്ത് ചെയ്തു? ഉത്തരവാദിത്വം മറന്ന് ഉറങ്ങാനിടയായി തീർന്നു. ദാവീദിനെ കഴിഞ്ഞ 18 സംവത്സരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരുന്ന ദാവീദിന്റെ കയ്യിലാണ് ആരെ കിട്ടിയത്? ശൗലിനെ വകവരുത്തുവാൻ കിട്ടിയത്. അപ്പോൾ തന്റെ ഭൃത്യന്മാർ പറഞ്ഞു, അവനെ നമുക്ക് എന്ത് ചെയ്യാം? ശൗലിനെ കൊന്നുകളയാം. അപ്പൊ ദാവീദ് പറഞ്ഞു, എന്താ പറഞ്ഞത്? അഭിഷിക്തന്റെ മേൽ നമ്മൾ എന്ത് ചെയ്യരുത്? കൈവെക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് തന്റെ ഭൃത്യന്മാരെ എന്ത് ചെയ്തു? നിരുത്സാഹപ്പെടുത്തി. എന്നാൽ ശൗൽ ഒരു കാര്യം അറിയണം, എന്റെ കൈവശം ശൗലിനെ കൊല്ലാൻ തക്ക എനിക്ക് ലഭിച്ചതാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ശൗലിനെ വെറുതെ വിട്ടു എന്ന് ആരറിയണം? ശൗൽ അറിയണം. സ്തോത്രം. തന്റെ കുന്തവും താൻ കുടിക്കുന്ന ജലപാത്രവും എടുത്തുകൊണ്ട് പോരുന്നത് ആരും കാണാനിടയായി തീർന്നില്ല. 16-ാമത്തെ വാക്യം കൂടി വായിച്ച്. നീ ചെയ്ത കാര്യം നന്നായില്ല. നോക്കിയ, നീ ചെയ്ത കാര്യം നന്നായില്ല. യഹോവയുടെ അഭിഷിക്തനായ നിങ്ങളുടെ യജമാനനെ കാത്തുകൊള്ളാതിരിക്കയാൽ യഹോവയാണ് നിങ്ങൾ മരണയോഗ്യരാകുന്നു. നോക്കിയ, രാജാവിനെ കാത്തുകൊള്ളുവാൻ വേണ്ടി ഏൽപ്പിച്ച അവരെന്ത് ചെയ്തു? കിടന്നുറങ്ങിയത് എന്തായില്ല? ശരിയായില്ല. അവർ മരണയോഗ്യത്തിന് അർഹരാണ് എന്ന് ഇവിടെ പറയുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുവാനിടയായി തന്നത്. ഞാനിവിടെ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറയുന്നത്, രാജാക്കന്മാരുടെ കാവൽക്കാർ ഉറങ്ങൂ. രാജ്യത്തിന്റെ കാവൽക്കാർ ഉറങ്ങൂ. ലോകത്തിലുള്ളവർക്ക് ഉറക്കവും മയക്കവും ക്ഷീണമൊക്കെ വരുന്നവരാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, തന്റെ ജനത്തെ കാവൽ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, തന്റെ ജനത്തെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ നമുക്ക് ഉറപ്പു തരികയാണ്. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യം എന്താ പറയുക? നിന്റെ യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണലാണ്. ദൈവം നമ്മുടെ ആരാണ്? പരിപാലകനാണ്. യഹോവ നിനക്ക് ആരാണ്? ഒരു തണലാണ്. യഹോവയാകുന്ന ദൈവം തന്റെ ജനത്തെ മരുഭൂമിയിൽ എന്ത് ചെയ്തു? മേഘസ്തംഭത്തിൽ കൂടെ തണലിന് സമമായി ദൈവം തന്റെ ജനത്തെ എന്ത് ചെയ്തു? സൂര്യന്റെ വെയിൽ ഏൽക്കാതെ വണ്ണം, അവർ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ വണ്ണം ദൈവം തന്റെ ജനത്തെ മരുഭൂമിയിൽ എന്ത് ചെയ്തു? പരിപാലിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തന്റെ ജനത്തെ രാത്രിയിൽ എന്ത് ചെയ്തു? മേഘസ്തംഭമായി ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുവാനിടയായി തീർന്നു. ഇവിടെ പറയുകയാണ്, യഹോവ നിന്റെ പരിപാലകനാണ്, യഹോവ നിനക്ക് വലത്ത് ഭാഗത്ത് തണലാണ്. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ ഇതൊന്നും നിന്നെ എന്ത് ചെയ്യത്തില്ല? ബാധിക്കുകയില്ല. സ്വന്തം എത്ര ആളുകൾ സൂര്യന്റെ പ്രകാശം ഏറ്റ് പല പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ ഇന്ന് ധാരാളം മാരക രോഗങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കിൻ രോഗങ്ങൾ, മറ്റുള്ള തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, സൂര്യനും ചന്ദ്രനും ഒന്നും നിനക്ക് എന്ത് ചെയ്യത്തില്ല? നിന്നെ ബാധിക്കുകയില്ല, നിന്നെ ബാധിക്കുകയില്ല. ദൈവമക്കൾ ധൈര്യമുള്ളവരായിരിക്കണം. എന്താ കാരണം? ഈ വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്താൽ ജീവിക്കുന്നവരായി തീരണം. ഇത് നമുക്കുള്ള ഒരു വാഗ്ദത്ത വചനമാണ്.
അടുത്ത എന്താ പറയുന്നത്? യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം അവൻ നിന്നെ തട്ടാതിരിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ ക്രൂശിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്നവനായി തീരണം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും. ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് നിന്നെ തട്ടാതിരിക്കണമെങ്കിൽ, നിന്നെ ദൈവം പരിപാലിക്കണമെങ്കിൽ അത്യുന്നതന്റെ മറവിൽ ഇരിക്കുന്നവനായി തീരണം. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതന്റെ മറവിൽ എന്ന് പറഞ്ഞ ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് വില കൊടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാകുമ്പോഴാണ് ഇത് നമുക്ക് ദോഷമായി തീരുകയില്ല. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണന്. നമ്മുടെ പ്രാണൻ ആരുടെ കയ്യിലാ? ദൈവത്തിന്റെ കരത്തില്. നിന്നെ കൊല്ലുമെന്നും നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്നും നിന്നെ തകർക്കുമെന്നൊക്കെ പറയുന്ന ചില ദുഷ്ടന്റെ സ്തോത്രം അസ്ത്രങ്ങളും അമ്പുകളും ഒക്കെ നിനക്കെതിരെ ശത്രു തൊടുത്തു വിടുമ്പോഴും നിന്റെ പ്രാണൻ ആരുടെ പക്കലാണ്? ദൈവത്തിന്റെ പക്കൽ സുരക്ഷിതമാണ്. ചില പ്രയാസങ്ങളും ചില കഷ്ടതകളും ചില ഞെരുക്കങ്ങളൊക്കെ വരുമ്പോ നമ്മൾ അറിയാതെ അറിഞ്ഞോ ഒക്കെ പറയും, എന്ത് ചെയ്യാ, ഇനി മതി അല്ലേ, ഇനി മതി, എനിക്ക് ജീവിച്ചത് മതി, ഇനി എന്നെ എന്ത് ചെയ്യണം, എടുത്തോണം. സത്യത്തിൽ മനസ്സോടൊന്നും അല്ല നമ്മൾ പറയുന്നത്. സ്വത്രം ആ പ്രയാസം വരുമ്പോ നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നതാ, പറയുന്നതാ. പക്ഷെ ഒരു കാര്യം പറയാം, ഇവിടെ തിരുവചനം പറയുകയാണ്, അവൻ നിന്റെ പ്രാണനെ എന്ത് ചെയ്യും, പരിപാലിക്കും. സാത്താൻ എന്ത് ചെയ്തു? യോബിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചു. കർത്താവ് പറഞ്ഞു, അവന്റെ ശരീരം നിന്റെ കയ്യിൽ ഞാൻ തരികയാണ്, പക്ഷെ അവന്റെ പ്രാണനെ എന്ത് ചെയ്യരുത്, തൊടരുത്. രട്ടിശീല പൊതിഞ്ഞ് വെണ്ണീറിൽ ഇരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ചൊരണ്ടി ശരീരം വ്രണമായി പുഴുവൊക്കെ കയറി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ശരീരം ക്ഷയിച്ച് ദുർഗന്ധം അനുഭവിച്ചിട്ട് ഇയ്യോബിന്റെ പ്രാണനെ തൊടാൻ ആർക്ക് കഴിഞ്ഞില്ല? ശത്രുവിന് കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ പറയുകയാണ്, നിന്റെ പ്രാണനെ അവൻ എന്ത് ചെയ്യോ, പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്കൊരായുസ് വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ദൈവം നമുക്കൊരായുസ് വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദിവസമുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്രാണനെ അവൻ പരിപാലിക്കും, നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നമ്മുടെ പോക്കും നമ്മുടെ വരവും ഈ ഗമനവും ആഗമനവും നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന എവിടെ കാണാറ്? സാധാരണ എയർപോർട്ടില് അല്ലെ? എയർപോർട്ടിലാണ് ഗമനവും ആഗമനത്തെ മലയാളത്തിൽ നമുക്ക് എഴുതി വെച്ച് കാണാൻ കഴിയുന്നത്. നിന്റെ യാത്രയും നിന്റെ മടങ്ങി വരവും നിന്റെ പോക്കുമെല്ലാം യഹോവ ഇന്നു മുതൽ എന്നേക്കും. എന്നു മുതൽ? ദൈവത്തെ ശരണമാക്കുന്ന അന്ന് മുതൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന അന്ന് മുതൽ ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മൾ സുരക്ഷിതരാണ്. നമുക്കാരുമില്ലെന്ന് നമ്മൾ പറയരുത്. നമുക്കൊരാളുണ്ട്. ആരാണ്? മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ കാവൽ ചെയ്യുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിച്ച ആലോചനയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സകലത്തെയും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവം രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ആ കർത്താവ് വന്നിട്ടുണ്ട്. പ്രിയ ദൈവമേ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കാത്തൊരു ദൈവം. ഹല്ലേലൂയ. ദോഷമായിട്ട് എന്നോടൊന്നും
എന്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. അറിയാവുന്നവരൊന്ന് ചേർന്ന് പാടിക്കാട്ടെ. ദോഷമായി എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ ഓ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദോഷമായി എന്റെ താതൻ ഇല്ല. ദോഷമായി എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയാം. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും